ലവ് യുടാ. ഇതിലാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്. ഇതിലാരായാലും വീഴും. ദൂതിനൊരു കാണാൻ കാറ്റുകളഹംസം. We are not going for മാത്തുക്കുട്ടി and all. മാട്ടുപ്പെട്ടി. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം നമ്മൾ ഒരാൾക്ക് പങ്കിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ലവ്. ഇത് കഴിഞ്ഞിട്ട് റെഡിയായിട്ട് ഞാൻ ഒന്നുകൂടെ വരാം. ഞാൻ ഗൈസ്, നമ്മൾ ഉച്ചക്ക് തുടങ്ങിയ യാത്രയാണ്, ഇതുവരെ എത്തിയിട്ടില്ല. ഇതിപ്പോ രാത്രി നമ്മൾ വഴി അറിയാതെ ഏതോ ഇരുട്ട് വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മാപ്പ് നമ്മൾ മൊബൈലിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ലൊക്കേഷൻ നമുക്ക് എവിടെ വെച്ച് നോക്കിയോ മാറിപ്പോയി. അല്ലടാ ജിതിനെ, തെറ്റ് അടിമൂടായി പോയി. തെറ്റ് അമ്മ പറഞ്ഞ ഇഡലി തിന്നോണ്ടിരിക്ക. ആകെ ബുദ്ധിമുട്ടുള്ളൊരു വഴി കൂടെ പോണ കേട്ടോ. അത് കാണിക്കേ എത്ര പേരെ വാപ്പ 25 കിലോമീറ്റർ. ഈ വണ്ടി ഇട്ടാ പോവാൻ പറ്റൂടാ? തട്ടിയിടാം. നമസ്കാരം. ആ, നമ്മളെ വിളിച്ചിരുന്നേ. ഇതല്ലേ സ്ഥലം? വണ്ടി എവിടെ ഇടേണ്ടത്? ഇതേ വരുന്നേ പോവല്ലേട്ടോ. ഓ, ഇവിടെ സ്പേസ് ഉണ്ട് കേട്ടോ വണ്ടി ഇടാനായിട്ട്. നമ്മൾ വിചാരിച്ചെന്ന് എത്തിരിക്കില്ലാന്ന്. അല്ലാതെ വേറെ വഴി വഴിക്ക് വരായിരുന്നു, ബൈസൺവാലി റോഡിന് വരായിരുന്നു. അതെ അല്ലേ. പേരെങ്ങനെയാ ചേട്ട? സദാശിവൻ. സദാശിവൻ. എന്റെ പേര് അജയ്. എങ്ങനെ ഹാപ്പി അല്ലേടാ? റൂമത്തൊക്കെ പോലെ തണുപ്പ് കയറിയ നീ പ്രശ്നം ഞങ്ങൾ ഒരു മാസം ഞങ്ങള് തന്നെയല്ലായിരുന്നു. എറ്റേണോ കമേലിയ ആൻഡ് ലിറ്ററിയ. ഭയങ്കര പേരാട്ടോ. ടോട്ടൽ 22 ഏക്കർ പ്രോപ്പർട്ടിയാണ്. ഈ ടീ പ്ലാന്റേഷൻ ഉണ്ട് ഇവിടെ. നമുക്ക് ഇറങ്ങി വരുന്നത് തന്നെ അവിടെ ഉണ്ടല്ലേ. ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസ് വല്ലതും ഉണ്ടോ? സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, പിന്നെ ഇതിനകത്തൂടെയുള്ള പ്ലാന്റേഷൻ വിസിറ്റ് ഉണ്ട്, പ്ലസ് നമുക്കിവിടെ ചെറിയ ഫോട്ടോ പോയിന്റ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്, പിന്നെ നമുക്ക് അവിടെ ഹട്ട്സ് ഉണ്ട്, ട്രീ പ്ലാന്റേഷൻ ഹട്ട്സ് ഉണ്ട്. അടിപൊളി. കല്യാണം കഴിയുമ്പോ ഇങ്ങനെയാ, കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയോ. ഇപ്പോഴിങ്ങനെ തന്നെ നിൽക്കില്ലേ? ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കാം. 7 മണിയായി. ഗോപ്രോ 2 വിഷ്വൽ എടുക്കണോ? രാവിലെ ഇറങ്ങാൻ പൂളില്. ഇല്ല. രാവിലെ എനിക്ക് കുറച്ച് പഞ്ച്വാലിറ്റി ഉള്ള മനുഷ്യനാണ്. എക്സ്ക്യൂസ് മീ, നീ സ്റ്റെഫിയുടെ അടുത്ത് വർത്താനം പറയുമ്പോ ഒരു ടോൺ, നമ്മുടെ അടുത്ത് സംസാരിക്കും വേറെ ടോൺ. അതെന്താടാ സ്വാമിയേ? അയ്യപ്പോ 2 തേങ്ങയുടെ വെച്ചാലെന്നാക്കി. ഗൈസ്, അപ്പൊ നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവാണ്. നിങ്ങളുടെ പേരെന്തായിരുന്നു? ടിബിൻ. ടിബിൻ ബായി ആണ് നമുക്ക് വഴി കാണിക്കുന്നത്. എന്റെ പെങ്ങള് പാവം പഠിക്കാതിരുന്ന. അപ്പൊ ജിതിൻ ഭായിയുടെ റൂം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. മരമൊക്കെ ഉണ്ടോ റൂമിന്റെ അകത്ത്? ഓ, ഇത് ട്രീ ഹൗസ് ആയതുകൊണ്ടല്ലേ, മരം. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. അവരവരുടെ റൂമിലേക്ക്, ഫ്ലോറ റൂമാട്ടോ അവരുടെ. നമ്മുടെ വേറെന്തോ പേരാണ്, എന്താണ് പേര്? നമ്മുടെ ഉള്ളില് ആ ട്രീ വെട്ടാതെ അവര് അതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് അവര് ഉണ്ടാക്കിയേക്കണം കേട്ടോ. ഇതാണ് ആ ട്രീ. നാളെ രാവിലെ ആവാൻ വേണ്ടി വെയിറ്റിംഗ് ആട്ടാ, കാണാൻ വേണ്ടിട്ട് ഇതിന്റെ വ്യൂ ഒക്കെ എങ്ങനെയാന്നുള്ളത്. നമുക്കൊരു എന്താ പറയാ, പ്രൈവറ്റ് ജക്കൂസി ഒക്കെ ഉണ്ട്. അതെ, അപ്പൊ അത് ഇവിടെ ഉണ്ട് കേട്ടോ. ജക്കൂസി സംഭവങ്ങളൊക്കെ പുറത്താണ്, ഇവിടെയാണ് ജക്കൂസി വന്നിട്ടുള്ളത്. ഇങ്ങനെയല്ല തുറക്കാം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ജക്കൂസി സംഭവങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു ചെറിയ അളമാരിയും സംഭവങ്ങളും ഉണ്ട്, മിറർ ഉണ്ട്, ഇരിക്കാനായിട്ട് വേറൊരു ഏരിയ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബാത്റൂം. ട്രീ ഹൗസ് മാത്രമല്ല കേട്ടോ, ഈ പ്രോപ്പർട്ടിയിൽ ഇവരുടെ സാധാ നമ്മളുടെ നോർമൽ റൂംസും അവൈലബിൾ ആണ്. എന്താ പരിപാടി? കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ്. കല്യാണത്തിന് നോക്കിയപ്പോൾ ഞാൻ അവിടെ സ്റ്റേജ് ലൈറ്റ്, തലേ ദിവസം മറ്റേ പിള്ളേർക്കെല്ലാം DJക്ക് സ്പോട്ട് ലൈറ്റ്. ഇപ്പൊ എന്റെ വൈഫിന് കാൻഡിൽ ലൈറ്റ്. ഒരു റൊമാൻറ്റിക് ഡയലോഗ് അടിച്ച്, നീയാണ് എന്റെ ഉയർ. ഷോക്ക് അടിച്ചാ. നീയാണ് എന്റെ ഉയർ, നീയാണ് എന്റെ പയർ. അയ്യോ, പയർ എന്നെ കൂടാൻ നിദ്ര വീഴ്ത്തി. അടിപൊളി റിസോർട്ടാണ്, അടിപൊളി റൂംസും അല്ലേ അല്ലേ? ജിതിൻ ബ്രോ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ഒരു പാട്ട് ആലപിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ പാടും. പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം, പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണല്, ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ. പാടാമോ മാനത്തെ മാമ
രണ്ട് തളികയിൽ മാമുണ്ടാൻ പോകാമോ നമുക്ക് തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്താലൂഞ്ഞാലിടാം പൊന്നാഴിഴകളിലായത്തിൽ തൊട്ടേ വരാം തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കുകയാണ്. നമ്മൾ ഇപ്പോഴും ഉള്ളതെന്ന് പറയുന്നത് കമേലിയ ആൻഡ് എലറ്റേറിയ എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. കിടിലൻ റിസോർട്ടാ, കിടിലൻ വൈബ. എത്രങ്ങാണ്ട് ഏക്കറിന്റെ അകത്ത് ഈ ഒരു റിസോർട്ടാണുള്ളത്. ടോട്ടൽ 22 ഏക്കർ പ്രോപ്പർട്ടിയാണ്. ഇവിടെ മരം കാണാം. അതെ, ഈ മരാട്ടോ നമ്മുടെ റൂമിന്റെ അകത്തേക്കും പോയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ജക്കൂസി ഉണ്ട്, കക്കൂസി അല്ല കേട്ടോ, അത് വേറെ ഉണ്ട്. യൂസ് ചെയ്തില്ല കേട്ടോ. അപ്പോ ജിതിനും സ്റ്റെഫിയും നമ്മുടെ അപ്പുറത്തെ കോട്ടേജിലാണുള്ളത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മൂന്നാർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഈ വഴികളിലൂടെ കേട്ടോ നമ്മൾ ഇന്നലെ രാത്രി വന്ന് ചേട്ടൻ പറഞ്ഞ നേച്ചറായിട്ട് ഇഴുകി ചേർന്ന വൈബിലാട്ടോ നമ്മൾ താമസിക്കണേ. അങ്ങനെ നമ്മൾ ജിതിൻ ഭായിയുടെ റൂമിലെത്തി. ജിതിൻ ഭായിയുടെ റൂമിന്റെ പേര് വന്നിട്ട് ദ ഫ്ലോറ. എങ്ങനെയായിരുന്നു ഇന്നലെ രാത്രി? കാണിക്കല്ലേ. ഓ മൈ ഗോഡ്, ഒരു ഫസ്റ്റ് നൈറ്റിന്റെ ബാക്കി പത്രമാണ് ഇവിടെ കാണുന്നത്. രാത്രി ഈ സാമാനം തട്ടി ഞാൻ തോർക്കിനൊറ്റം. ഞാൻ 4 മണിയായപ്പോ ഞാൻ എഴുന്നേറ്റ്. 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പുറത്തൊക്കെ 4 മണിക്ക് എഴുന്നേറ്റ് 5 മണിക്ക് എഴുന്നേറ്റ്. ഹലോ മമ്മേ, ഞങ്ങള് യോയോ ആണ്. രാവിലെ തന്നെ ഗുഡ് മോർണിംഗ്. കല്യാണം കഴിഞ്ഞപ്പോ സത്യം പറയാലോ, നിന്റെ ഡ്രസ്സിംഗ് സെൻസ് ഒക്കെ മാറിയടാ. നീ വേറെ ലെവലായി. സത്യം, ഇതുവരെ നിനക്ക് സത്യം പറഞ്ഞ ഒരു കൂതർ ലുക്കായിരുന്നു. ഇപ്പൊ നീ പക്ഷെ സെറ്റ് ലുക്കായി മാൻ. അതാണ് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കണം. നല്ല നാടൻ അരിമാവിൽ ചുട്ടെടുത്ത ദോശ, പൂരി. ആക്ഷൻ ഇത് കഴിഞ്ഞ് റെഡി ആയിട്ട് ഞാൻ ഒന്നും കൂടി നീ പറഞ്ഞ ഡയലോഗ് ഇത് കഴിഞ്ഞ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് ഞാൻ ഒന്നുകൂടെ വരാം. ഞാൻ ഈ ട്രാവൽ ഒരു ടൂർ ഗൈഡിനെ പോലെ ആയിരിക്കും നമ്മൾ ഇന്ന് രാവിലെ ആനച്ചാലിലോട്ടാണ് ഗൈസ് ആദ്യം പോകുന്നത്. സോ ആഫ്റ്റർ ദാറ്റ് വിൽ ഗോ ടു ദ മൂന്നാർ ടൗൺ. ഐ തിങ്ക് ഇറ്റ്സ് ഓൾമോസ്റ്റ് 23 കിലോമീറ്റേഴ്സ് ഫ്രം ദ ആനച്ചാൽ. ഗൈസ്, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഇനി ഫോട്ടോഷൂട്ടിന് പോട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മോനെ, നിങ്ങൾ രണ്ടുപേരും ഇരട്ടകള് പോലെ. ഷെഫി, നീയാണ് ന്യൂ ഇയർ. ബാക്കിയെല്ലാം എന്റെ പയർ. യോ മൈ ജംബാവേ, ഐ ലവ് യുടാ. താങ്ക് യു. ഐസ്ക്രീം കഴിച്ചിട്ട് ഇവിടെ തൂത്ത് വെച്ചു. നീ ഇപ്പൊ ഇത്ര നാള് നീ ഉണ്ടല്ലോ മറ്റേ അന്യനിലത്തെ വിക്രമായിരുന്നു. ഇപ്പൊ നീ വാരണമായിരത്തിലത്തെ സൂര്യയായി മാറി. നല്ലൊരു പാട്ട് പഠിക്കാൻ നീ എന്തിനാ ബാബ എന്റെ വയറെ പിടിക്കുന്നേ? ഇങ്ങനെ പോകുമ്പോഴ് എന്റെ വായ മറ്റേ ഇതിൽ നിന്ന് തീ പോണം. ലവ് എന്ന് പറഞ്ഞാൽ എന്താ ബാബേ? നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം നമ്മൾ ഒരാൾക്ക് പങ്കിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ലവ്. നമ്മൾ ഇഷ്ടമുള്ള സാധനം നമ്മൾ ആർക്കും ഷെയർ ചെയ്യത്തില്ല. അത് നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ലവ്. ഇവര് ഭയങ്കര വൈബാണ്. പാട്ട് പാടിയാണ് ഒരു ആൻസർ അങ്ങോട്ട് ഇങ്ങോട്ടും പറയണേ. കുറച്ച് ഫ്രണ്ടിലേക്ക് നിക്കോടാ. മോനം കറങ്ങിയ മതി. ആക്ഷൻ. ലവിന്റെ അകത്ത് ഞങ്ങളുടെ മുഖം കിട്ടണേ. ലവിന്റെ അകത്ത് നിങ്ങളുടെ മുഖം കിട്ടണ. പിന്നെ എന്നാ ഫോട്ടോഗ്രാഫർ അതെങ്ങനെയാ? 1 2 ഇതാണ് നീ ഉദ്ദേശിച്ചത്? ഇതല്ല അവസാനം. ഇവിടെ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതന്നെ. 1 2 3. അങ്ങനെ നമ്മളുടെ ഈ പ്രോപ്പർട്ടി ആയിട്ടുള്ള, നമ്മുടെ പ്രോപ്പർട്ടി അല്ല കേട്ടോ, ഓക്കെ, കമേലിയ ആൻഡ് എലറ്റേറിയ. അപ്പൊ മൂന്നാർ അടുത്താണിത്. മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 30-40 മിനിറ്റിന്റെ അടുത്ത് ദൂരം ഉണ്ട് കേട്ടോ ഇവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ പക്ഷേ ഭയങ്കര പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്ത് നമുക്ക് സ്റ്റേ ചെയ്യാൻ ഭയങ്കര പീസ്ഫുൾ ആണ്, ഭയങ്കര കാമാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി പോകുന്നത് മൂന്നാറിന്റെ മലച്ചെരുവിലേക്കാണ്. പാടിക്കോ. എനിക്ക് ലിറിക്സ് കേൾക്കുക. പെണ്ണാളെ എന്നിട്ടും എന്റെ എന്നോടൊന്ന് മിണ്ടുള്ളടി ഇഷ്ടാണെന്ന് ഒരു മിൽക്ക് ടീ, ക്ലാസിക് ജിഞ്ചർ ടീ, ഒരു കാർഡമൻ ടീ, ഒരു കാർഡമൻ ജിഞ്ചർ ബ്ലെൻഡ് ടീ. ഇവെന്താ വാങ്ങിയേ? ഞാന് പപ്പയ്ക്ക് ഗ്രീൻ ടീ, അമ്മയ്ക്ക് ടേസ്റ്റി പ്രീമിയം ഡസ്റ്റ് ടീ
ടീപ്പൊടി. നീ എന്താ ചായപ്പൊടി. ഞാൻ ഇച്ചയുടെ കൂടെ കുറച്ച് റൊമാൻസ്. ഞങ്ങള് ഗൈസ്, ഇനി നമ്മുടെ ജിതിൻ ഭായിയുടെയും സ്റ്റെഫിയുടെയും ഫോട്ടോഷൂട്ട് പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. Every night In my dreams, ഇന്റെ തേയിലത്തോട്ടം നടുക്ക്. മേരെ ഭഗവാൻ. ഓ തേയില, തുമേരി പ്യാരി തേയില. കിനാക്കൾ മിന്നി നീ പറയും നിലാവിന്റെ നിലവനിൽ ശരി പോയിട്ട് വാ. ചെല്ലേ വാ ഇതുവഴി ആ വളവ് എത്തിയാ അങ്ങ് എത്തും. ശരി, താങ്ക് യു ചേട്ടാ. ഇങ്ങ എന്നാ ടൂറിസ്റ്റ് ചേട്ടൻ മലയാളിയാ. இந்த ആളുകൾ കരുതി ചേട്ടൻ മലയാളിയാണ്. തമിഴാണ്, സോറി. അല്ല എവിടെങ്കിലും പോണം കാണാനാ. ഇവര് രാവിലെ വലിയ ഇതൊന്നുമില്ല, ഒരു ചെറിയ ഡാമുണ്ട്, അവിടെ പോയി തിരക്ക് കാണും, അതുപോലെ കണ്ടിട്ട് വരാന്നുള്ളത്. വേറെ എന്തുകൊണ്ട് ഇവിടെ കാണാൻ? ശരി ചേട്ടാ, താങ്ക് യു ചേട്ടാ. വി ആർ നോട്ട് ഗോയിങ് ഫോർ മാത്തുക്കുട്ടി ഉണ്ടോ കേട്ടോ. മാത്തുപ്പെട്ടി നമ്മൾ അവിടെ പോകുന്നില്ല കേട്ടോ. ഇച്ച ഞാനില്ല, എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക്. ഞാൻ ഓട്ടോ പിടിച്ചു പോക്കോളാം. അങ്കമാലി വരെയോ? അങ്കമാലിയിലെ ഓട്ടോ മേടിച്ചു. 800 100 കേറണം മോനെ. കുതിര, ഈ കുതിര ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാ പോതും. ഇങ്ങനെ ഒന്ന് സുത്ത മുടിയുമോ മോനെ? കേറണമെങ്കിൽ കേറിക്കോ കുഞ്ഞാ. കുതിര സുത്തണം. കുതിര അങ്ക വരുമാ. അപ്പൊ എടാ നിനക്ക് കുതിര കുഞ്ഞു കളിക്കല്ലേ ആള്. കുതിര കേറണോ മോനെ? കേറിക്കോ. കുതിര വേണ്ടെണ്ണ. തേച്ചില്ലേ പെണ്ണേ തേച്ചില്ലേ പെണ്ണേ. എന്റെ വാവയ്ക്ക് പറ്റിയ പാട്ട് പറ, ഞാൻ പാടും. എന്റെ ഹൃദയം നിനക്കായി വിതുമ്പുന്നു. ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. വിതുമ്പിട്ടായിരിക്കും അധികം. കുറച്ച് വിതുമ്പല് കുറച്ച്. ഐ ലവ് യു ബേബി. നിനക്ക് എന്റെ മനസ്സിലാത് പാട്. ഞാൻ പാടിയാ മതി. നിനക്കെന്റെ മനസ്സിലെ താളിരിട്ടവ നിന്റെ അടുത്ത് നിനക്കെന്റെ മനസ്സിൽ ആള് മാറിപ്പോയി. ദൂരെയൊരു താരം താഴെയൊരു തീരം ദൂതിനൊരു കാണാൻ കാറ്റുകളഹംസം. ചില്ലവെയിലായാലും രാത്രി മഴയായാലും നിന്റെ കിളിവാതിക്ക് വന്നു വിളിക്കാം എന്റെ മുത്തേ. അയ്യോടാ, അവള് മറന്നുപോയി ലിറിക്സ് പോലും. രണ്ട് മാഗി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതാണ് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കണേ. ബ്രെഡ് ഓംലെറ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? പക്ഷേ താങ്ക് യു. സന്തോഷം കേട്ടോ. അപ്പൊ നമ്മുടെ ഹണിമൂൺ സീരീസിന്റെ 2 വീഡിയോസും ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയട്ടെ, ജിതിൻ ഭായിയുടെ സ്വന്തം ചാനൽ വീണ്ടും അതെ. അപ്പൊ അതിന്റെ ലിങ്ക് നമ്മളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ വീഡിയോയുടെ എൻഡിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫ്, ലൈഫ് സ്റ്റൈൽ വ്ലോഗ്, ദുബായ് വ്ലോഗ്സ്, ഇവിടുത്തെ കറക്കം എല്ലാം നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പൊ ഉഷാറായിട്ട് വരുന്നതായിരിക്കും ഗൈസ്. അതെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ജിതിന്റെ കോമഡികളും അതുപോലെ തന്നെ സ്റ്റെഫിയുടെ വൻ കോമഡികളും വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഈ ഒരു സന്തോഷത്തിൽ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും നന്മകൾ ഉണ്ടാവട്ടെ. നല്ലൊരു ദിവസമായിരിക്കട്ടെ. ബൈ ബൈ. കാണാൻ അഴകില്ലേലും നിന്നെ പൊന്നായി നോക്കുമടി. പോക്കറ്റിൽ ക്യാഷില്ലേലും നിന്നെ കണ്ടപ്പോ തൊട്ടേ എന്നുള്ളിലുടക്കിയ കല്യാണ പെണ്ണാളെ നിന്ദിട്ടും എന്റെ നെഞ്ചിലുടങ്ങിയ നാടടമെത്തി വൈകിയതെന്റെ റസത്തിനി പോകല്ലടി എന്നോടൊന്ന് മിണ്ടല്ലടി ഇഷ്ടാണെന്ന് ചൊല്ലുലടി കൽബിനുള്ളിൽ ലവ് യുടാ. ഇത്
ഇതിലാണ് ഞാൻ പ്രപ്പോസ് ചെയ്തത്. ഇതിലാരായാലും വീഴും. എടോ നീ ഇനി വേറെ സാധനം കാണിച്ചില്ല. ഇനിയും പ്രപ്പോസ് ചെയ്തതാണ്. അല്ല ഇനി ഞങ്ങൾ പെണ്ണ് കാണാൻ പോയി. ഇത് കുറേ പാട്ടുണ്ട്. പെണ്ണ് കാണാൻ പോയപ്പോഴുള്ള പാട്ട് ഇടാൻ പോണ അടുത്തത്. പോയപ്പോ പാട്ടിട്ട